പണ്ട് 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 ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ താമസിച്ചിരുന്നു. ഈ കൃഷിക്കാരന് 3 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇളയ മകൻ മൂത്ത 2 ആൺമക്കളെ പോലെ ആരോഗ്യവാനായിരുന്നില്ല. മൂത്ത 2 കുട്ടികളും നല്ല ആരോഗ്യമുള്ള പിതാവിനെ കൃഷിയിലൊക്കെ സഹായിക്കുന്ന കുട്ടികളായിരുന്നെങ്കിൽ ഇളയ മകൻ കുറച്ച് ആരോഗ്യം കുറഞ്ഞ ബുദ്ധിമാനായൊരു കുട്ടിയായിരുന്നു. ഒരു കൃഷിക്കാരന് ബുദ്ധി കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നായിരുന്നു അച്ഛനും ജ്യേഷ്ഠന്മാരും കരുതിയിരുന്നത്. അതുകൊണ്ട് അവർ ഈ ഇളയ മകനെ എപ്പോഴും പരിഹസിക്കുമായിരുന്നു, കളിയാക്കുമായിരുന്നു. ഇളയ മകന് അതിൽ നല്ല വിഷമമുണ്ടെങ്കിലും അവന് അതൊന്നും പുറത്ത് കാണിച്ചില്ല. അവനെപ്പോഴും അടുക്കളപ്പണിയാണ് വീട്ടിലുള്ളവർ കൊടുത്തിരുന്നത്. അടുക്കളയിൽ തൂക്കുക, തുടയ്ക്കുക, ചാരം വാരുക തുടങ്ങിയ പണികളെല്ലാം അവനെയാണ് അവരേൽപ്പിക്കാറ്. അവൻ്റെ പിതാവും മൂത്ത 2 ജ്യേഷ്ഠന്മാരും പാടത്ത് പോയി പണിയെടുക്കും, എല്ലുമുറിയെ പണിയെടുക്കും. പക്ഷേ ഇളയ കുട്ടിയെ ഒന്നിനും കൂട്ടാറില്ല. എപ്പോഴും ചാരത്തിനുള്ളിൽ കിടന്ന് ജോലി ചെയ്തിരുന്ന ഇളയ മകനെ എല്ലാവരും കളിയാക്കി സിൻഡർലാഡ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ചാരത്തിൽ കിടക്കുന്ന കുട്ടി എന്നാണ് ആ പേരിനർത്ഥം. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഒരു തവണ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് കൃഷിക്കാരൻ തനിക്ക് ആ വർഷം വിളവ് കിട്ടിയ ധാന്യങ്ങൾ മുഴുവൻ തൻ്റെ കളപ്പുരയ്ക്കുള്ളിൽ വെച്ച് പൂട്ടിയിട്ട് വന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ചെന്ന് നോക്കുമ്പോൾ കളപ്പുരയിൽ ഒറ്റ മണി ധാന്യമില്ല. മുഴുവൻ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. കളപ്പുരയ്ക്ക് ചുറ്റും നല്ല മതിലുണ്ടായിരുന്നു. ആ മതിൽ അങ്ങനെ തന്നെയുണ്ട്. വാതിലുകൾ ആരും തുറന്നിട്ടില്ല, ഗേറ്റ് ആരും തുറന്നിട്ടില്ല, മേൽക്കൂര ആരും പൊളിച്ചിട്ടില്ല. പക്ഷേ ധാന്യം കാണാനില്ല. ഇത് വലിയ അത്ഭുതമായിട്ട് കൃഷിക്കാരന് തോന്നി. അയാൾക്കത് വലിയ വിഷമവുമായി. എന്തായാലും ആ വർഷം വളരെ ബുദ്ധിമുട്ടിയാണ് അവർ കഴിഞ്ഞത്. പിറ്റേ വർഷവും അദ്ദേഹം കൃഷി ഇറക്കി ധാന്യം കൊയ്ത് കളപ്പുരയിൽ സൂക്ഷിച്ചു. പിറ്റേന്ന് അതും കാണാതായി. തലേ വർഷത്തെ പോലെ ആരാണ് മോഷ്ടിച്ചത് എന്നറിയാനുള്ള ഒരു തെളിവും ബാക്കിയില്ല. മോഷ്ടാവ് ഏത് വഴിയാണ് വന്നത് എന്നറിയാനും മാർഗമില്ല. പക്ഷേ ധാന്യം കാണാനില്ല. 3ാമത്തെ വർഷമായപ്പോൾ പിതാവ് തൻ്റെ മക്കളോട് പറഞ്ഞു, ഇത്തവണ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇത്തവണ ആരാണ് ഈ കള്ളൻ എന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ മൂത്ത മകൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ഇത്തവണ പോയി കാവലിരിക്കാം. ആരാണ് നമ്മളുടെ ധാന്യം കട്ടുകൊണ്ട് പോകുന്നത് കണ്ടുപിടിക്കണമല്ലോ. ഒറ്റ രാത്രി കൊണ്ട് കള്ളനെ പിടികൂടി തൻ്റെ പിതാവിൻ്റെ മുന്നിൽ ഹാജരാക്കി താനൊരു മിടുക്കനാണെന്ന് തെളിയിക്കണം എന്നായിരുന്നു മൂത്ത മകൻ കരുതിയത്. അങ്ങനെ അവൻ അന്ന് കളപ്പുരയിലാണ് ഉറങ്ങാൻ പോയത്. അവൻ കുറേ നേരം ഉറക്കമൊഴിച്ച് കാത്തിരുന്നു. പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. എന്നാലൊന്ന് കിടന്നുറങ്ങിക്കളയാമെന്ന് കരുതി അവൻ ധാന്യ കൂമ്പാരത്തിന് മുകളിൽ ചാരിയിരുന്ന് ഉറങ്ങിത്തുടങ്ങി. പെട്ടെന്ന് കളപ്പുര മുഴുവൻ കുലുങ്ങുന്നതായിട്ട് അവന് തോന്നി. അവൻ ഉണർന്നു. അപ്പോൾ കളപ്പുര മാത്രമല്ല, ഭൂമി മുഴുവൻ കുലുങ്ങുന്നതായിട്ടും ഭൂമിക്കടിയിൽ നിന്ന് വല്ലാത്തൊരു ഇരമ്പൽ ശബ്ദം കേൾക്കുന്നതായിട്ടും അവന് തോന്നി. പേടിച്ചു പോയ അവൻ കളപ്പുരയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. പിറ്റേന്ന് രാവിലെ കർഷകനും മക്കളും വന്ന് നോക്കുമ്പോൾ കളപ്പുരയിൽ ഒറ്റ ധാന്യമില്ല. ആ വർഷവും അങ്ങനെ കഴിഞ്ഞുപോയി. അടുത്ത വർഷം 2ാമത്തെ മകനാണ് കാവലിരുന്നത്. അവൻ ഉറക്കമൊഴിച്ച് കാവലിരുന്നു. അർദ്ധരാത്രിയായി. ഉറക്കം വന്ന് കണ്ണുകൾ പതുക്കെ പതുക്കെ അടഞ്ഞു വരുമ്പോഴാണ് വല്ലാത്ത ഇരമ്പൽ ശബ്ദം കേട്ടത്. ഭൂമിക്കടിയിൽ നിന്ന് ഒരു ഇരമ്പൽ ശബ്ദം. കടലിരച്ചു വരും പോലെ തോന്നി. ഭൂമി മുഴുവൻ കുലുങ്ങി. കളപ്പുരയുടെ മേൽക്കൂര പൊളിഞ്ഞ് താഴെ വീഴുമെന്ന് അവന് തോന്നി. പേടിച്ചു പോയ അവൻ അവിടെ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ധാന്യം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത വർഷം കർഷകൻ തൻ്റെ ഇളയ മകനോട് പറഞ്ഞു, നിൻ്റെ ജ്യേഷ്ഠന്മാർ 2 പേരും പോയി പരാജയപ്പെട്ടതാണ്. നീ ഒന്ന് പോയി പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ജ്യേഷ്ഠന്മാർ 2 പേരും കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എപ്പോഴും ചാരത്തിൽ കിടക്കുന്ന ഇവൻ എങ്ങനെയാണ് അത്ര പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ പോയി രാത്രി കഴിച്ചു കൂട്ടുന്നത്? ഇവനും തോറ്റോടിയത് തന്നെ. എന്തായാലും സിൻഡർലാഡ് അന്ന് കളപ്പുരയിലേക്ക് പോയി. അവൻ ഉറക്കമൊഴിച്ച് കാത്തിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു. എന്നാൽ ഉറങ്ങിക്കളയാം എന്ന് കരുതി അവൻ കുറച്ച് വൈക്കോലെടുത്ത് നിലത്തിട്ട് അതിന് മുകളിൽ കിടന്ന് ഉറങ്ങി തുടങ്ങി. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠന്മാർ കേട്ടതുപോലെ കടലിരുമ്പുന്ന ശബ്ദം ഭൂമിക്കടിയിൽ നിന്ന് കേട്ടു തുടങ്ങി. നല്ല ക്ഷീണമുണ്ടായിരുന്ന അവൻ വിചാരിച്ചു, ഇത്തിരി കഴിഞ്ഞ് നോക്കാം, എന്തായാലും ഇത്തിരി നേരം കൂടെ ഉറങ്ങട്ടെ. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ആ ശബ്ദം കൂടി കൂടി വന്നു. ഭൂമി കുലുങ്ങുന്നത് പോലെ, കളപ്പുര ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത് പോലെയൊക്കെ അവന് തോന്നി. പക്ഷെ അവൻ ധൈര്യമായിട്ട് അവിടെ തന്നെ കിടന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ശബ്ദമെല്ലാം നിലച്ചു, നിശബ്ദമായി. എന്താണ് ഇതുവരെ കേട്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ പതുക്കെ കണ്ണു തുറന്ന് കളപ്പുരയിൽ ചുറ്റും നോക്കുമ്പോൾ കളപ്പുരയുടെ മൂലയ്ക്ക് ഒരു കുതിര നിന്ന് ധാന്യം തിന്നുന്നു. അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കുതിര.
അത്ര വലിയൊരു കുതിരയെ അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അതിൻ്റെ പുറത്ത് നല്ല ഭംഗിയുള്ള ഒരു ജീനിയുണ്ട്. ചെമ്പ് നിറമുള്ള ഒരു ജീനി കടിഞ്ഞാണിട്ടിട്ടുണ്ട്. ചെമ്പ് കൊണ്ടുള്ള മനോഹരമായ ഒരു പടച്ചട്ട അതിന് പുറത്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ കാലിൽ ചെമ്പ് കൊണ്ടുള്ള ലാടവും നിറച്ചിട്ടുണ്ട്. കുറച്ചു നേരം അതിനെ നോക്കി നിന്ന ഈ സിൻഡർലാഡ് പെട്ടെന്ന് ഒറ്റ ഓട്ടത്തിന് ഓടിച്ചെന്ന് കുതിരപ്പുറത്ത് ചാടിക്കയറി അതിൻ്റെ പുറത്തിട്ടിരുന്ന പടച്ചട്ട എടുത്ത് ദേഹത്തിട്ടു. അതോടെ കുതിര ഇണക്കത്തോടെ അവനോട് പെരുമാറി. അത് കുതറി ഓടുകയോ തുള്ളിച്ചാടുകയോ ഒന്നും ചെയ്തില്ല. സിൻഡർലാഡ് കടിഞ്ഞാണ് പിടിച്ചതോടെ അത് വളരെ മന്ദം ഓടിത്തുടങ്ങി. അവൻ അതിനെയും കൊണ്ട് കളപ്പുര തുറന്ന് പുറത്തിറങ്ങി. കുറച്ച് ദൂരെ മാറി അവരുടെ കൃഷിസ്ഥലത്തിൻ്റെ അതിരിൽ ഒരു ചെറിയ കാടുണ്ടായിരുന്നു. ആ കാട്ടിലെ ഒരു മരത്തിന് ചുവട്ടിൽ ഈ കുതിരയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അവൻ വന്നപ്പോൾ ജ്യേഷ്ഠന്മാർ രണ്ടുപേരും അവനെ കളിയാക്കി. ദാ പേടിച്ചോടി വന്നിരിക്കുന്നു. പിറ്റേന്ന് ഞാൻ നോക്കുമ്പോൾ ധാന്യം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് നഷ്ടപ്പെട്ടില്ലെന്നല്ലേ ഉള്ളൂ, നാളെ നീ നോക്കിക്കോ, നാളെ ഈ ധാന്യം മുഴുവൻ ആരെങ്കിലും വന്ന് കൊണ്ടുപോയി കളയും. സിൻഡർലാഡ് പറഞ്ഞു, നാളെയും ഞാൻ കാവലിരിക്കും, നോക്കട്ടെ എന്താ സംഭവിക്കുന്നതെന്ന്. പിറ്റേന്ന് സിൻഡർലാഡ് തന്നെയാണ് കാവലിന് പോയത്. അന്നും ഇതുപോലെ ശബ്ദം കേട്ടു, തലേന്നത്തതിനേക്കാൾ വലിയ ശബ്ദം. ഇത്തവണ സിൻഡർലാഡ് പേടിച്ചതേയില്ല. അവന് അവിടെ കണ്ണടച്ച് കിടന്നു. കുറേ നേരം കഴിഞ്ഞ് ശബ്ദമൊക്കെ ശമിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തലേന്ന് കണ്ട കുതിരയേക്കാൾ വലിയ ഭംഗിയുള്ള ഒരു കുതിരയാണ് ഇത്തവണ. ഒരു വ്യത്യാസമുള്ളത്, കഴിഞ്ഞ തവണ കണ്ട കുതിരയുടെ ലാടവും ജീനിയും അതിന് പുറത്തെ പടച്ചട്ടയും ഒക്കെ ചെമ്പ് നിറമായിരുന്നെങ്കിൽ ഇത്തവണ വെള്ളി കൊണ്ടുള്ളതാണിതെല്ലാം. ഒട്ടും പേടിക്കാതെ സിൻഡർലാഡ് ഓടിച്ചെന്ന് കുതിരപ്പുറത്ത് കയറി. പടച്ചട്ട എടുത്ത് അണിഞ്ഞതോടെ കുതിര അവനെ അനുസരിച്ചു. അവൻ അതിനെയും പഴയ കുതിരയെ കെട്ടിയിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടി. പിറ്റേന്ന് ചെന്ന് നോക്കുമ്പോൾ ധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ പിതാവ് പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് നീ കാവലിരിക്കൂ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. പിറ്റേന്നും സിൻഡർലാഡ് കളപ്പുരയിലേക്ക് കാവലിന് പോയി. അന്ന് വന്നത് സ്വർണ്ണവർണ്ണമുള്ളൊരു കുതിരയായിരുന്നു. അവൻ അതിനെയും തലേന്ന് കുതിരയെ കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു. പിന്നീട് കുതിരകളൊന്നും വന്നില്ല. കൃഷിക്കാരൻ്റെ ധാന്യം നഷ്ടപ്പെട്ടതുമില്ല. അങ്ങനെ കൃഷിക്കാരന് വലിയ സന്തോഷമായി. പക്ഷേ ജ്യേഷ്ഠന്മാർക്ക് സിൻഡർലാഡിനോടുള്ള ദേഷ്യം കലശലായി. അവൻ തങ്ങളെക്കാൾ മിടുക്കനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിതാവിന് ഇനി അവനോട് ഇഷ്ടം വല്ലതും കൂടിയാലോ? അതുകൊണ്ട് തന്നെ സിൻഡർലാഡിനെ ഉപദ്രവിക്കാൻ കിട്ടുന്ന ഒരവസരവും ജ്യേഷ്ഠന്മാർ പാഴാക്കിയില്ല. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. അവർ രാജ്യത്തെ രാജാവ് ആ ഇടയ്ക്ക് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. രാജാവിൻ്റെ മകൾക്ക് വിവാഹം ആലോചിക്കുന്നുണ്ട്. രാജകുമാരി ഒരു കണ്ണാടി മലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അവളുടെ മടിയിൽ 3 ആപ്പിളുകൾ വെച്ചിട്ടുണ്ട്, സ്വർണ്ണ ആപ്പിളുകൾ. ആരാണോ ആ കണ്ണാടി മലയുടെ മുകളിൽ കയറി ആപ്പിളുകളിൽ ഒന്നെങ്കിലും സ്വന്തമാക്കുന്നത്, അയാൾക്ക് രാജകുമാരി വിവാഹം കഴിച്ചു കൊടുക്കും. അയാളെ രാജ്യത്തിൻ്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കുകയും ചെയ്യും. രാജ്യത്തുള്ള എല്ലാ ആൺകുട്ടികളും ചെന്ന് മത്സരത്തിൽ പങ്കെടുക്കണം. ഈ വിളംബരം കേട്ട കൃഷിക്കാരൻ്റെ ആൺമക്കൾ മത്സരത്തിന് പോകാൻ ഒരുങ്ങി. അപ്പോൾ സിൻഡർലാഡ് പറഞ്ഞു, ജ്യേഷ്ഠന്മാരെ ഞാൻ കൂടി വരട്ടെ. ജ്യേഷ്ഠന്മാർ പറഞ്ഞു, വേണ്ട വേണ്ട, നീ വരണ്ട, ഈ ചാരത്തിൽ കിടക്കുന്ന നീ അവിടെ വന്ന് എന്ത് ചെയ്യാനാ? അങ്ങനെ ജ്യേഷ്ഠന്മാർ രണ്ടുപേരും കൂടി മത്സരത്തിന് പോയി. അവിടെ അവരുടെ രാജ്യത്തെ മുഴുവൻ ആൺകുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. പലരും പലതരത്തിലുള്ള ഭംഗിയുള്ള കുതിരപ്പുറത്താണ് വന്നിരുന്നത്. അവരെല്ലാവരും കുതിരയെ കണ്ണാടി മലയുടെ മുകളിലേക്ക് ഓടിച്ചു കയറാൻ നോക്കിയെങ്കിലും അവർക്കെല്ലാവർക്കും തെന്നി താഴെ വീണ് പരുക്ക് പറ്റി. കുതിരകളുടെയൊക്കെ കാലൊടിഞ്ഞു. സിൻഡർലാഡിൻ്റെ ജ്യേഷ്ഠന്മാർ രണ്ടുപേരും കണ്ണാടി മലയുടെ മുകളിൽ കയറാൻ ആവുന്നത് ശ്രമിച്ചെങ്കിലും അവർക്ക് 1 ഇഞ്ച് പോലും മുന്നേറാൻ പറ്റിയില്ല. അപ്പോഴാണ് ദൂരെ നിന്ന് ഒരു ഭംഗിയുള്ള കുതിര ഓടി വരുന്നത് എല്ലാവരും കണ്ടത്. അതിന് ചെമ്പ് നിറമുള്ള ജീനിയായിരുന്നു. ചെമ്പ് ലാടവും ചെമ്പ് കടിഞ്ഞാണുമായിരുന്നു. അതിന് പുറത്തിരുന്നിരുന്ന ആൾ ചെമ്പ് കൊണ്ടുള്ള പടച്ചട്ടയാണ് അണിഞ്ഞിരുന്നത്. കുതിര വളരെ വേഗതയിൽ ഓടി വന്ന് ഒട്ടും പേടിക്കാതെ കണ്ണാടി മലയുടെ മുകളിലേക്ക് പാഞ്ഞു കയറി. രാജകുമാരി വളരെ കൗതുകത്തോടെ ഈ കാഴ്ച നോക്കി നിന്നു. എന്നാൽ കണ്ണാടി മലയുടെ പകുതി വരെ എത്തിയ കുതിര അവിടെ നിൽക്കുകയും പെട്ടെന്ന് തിരിച്ചോടി പോവുകയും ചെയ്തു. ഇത് കണ്ട രാജകുമാരിക്ക് വളരെ നിരാശ തോന്നി. അവൾ തൻ്റെ കയ്യിലിരുന്ന ഒരു ആപ്പിൾ എടുത്ത് ആ കുതിരയ്ക്ക് നേരെ എറിഞ്ഞു. അപ്പോൾ കുതിരപ്പുറത്തിരുന്ന ചെമ്പ് പടച്ചട്ട എറിഞ്ഞ ചെറുപ്പക്കാരൻ്റെ കാൽക്കലാണ് ആ ആപ്പിൾ ചെന്ന് വീണത്. അത് അവൻ്റെ ഷൂസിനുള്ളിലേക്ക് കയറിപ്പോയി. അവൻ ഒട്ടും നിൽക്കാതെ കുതിര ഓടിച്ച് ദൂരേക്ക് പോവുകയും ചെയ്തു. അന്ന് കൃഷിക്കാരൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന ജ്യേഷ്ഠന്മാർ രണ്ടുപേരും സിൻഡർലാഡിനോട്
തങ്ങൾ ഇന്ന് കണ്ട വിശേഷങ്ങളൊക്കെ വളരെ കൗതുകത്തോടെ പറഞ്ഞു കേൾപ്പിച്ചു. ചെമ്പ് പടച്ചട്ട അണിഞ്ഞ യുവാവിനെ പറ്റി അവർക്ക് എത്ര വർണ്ണിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സിൻഡർലാഡ് പറഞ്ഞു, നാളെയും മത്സരമുണ്ടോ? ഞാനും കൂടെ വരട്ടെ ഒന്ന് കാണാൻ. ജ്യേഷ്ഠന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ കൊണ്ടുപോകുന്ന നാണക്കേടാണ്, നീ ചാരത്തിൽ കിടക്കുന്നവനല്ലേ. പിറ്റേന്നും ജ്യേഷ്ഠന്മാർ മത്സരം കാണാൻ പോയി. അന്ന് പലരും കുതിരയുടെ കാലിലെ ലാടങ്ങൾ ഉരച്ച് പരുപരുത്തതാക്കിയിട്ടൊക്കെയാണ് വന്നത്. എങ്ങനെയെങ്കിലും കണ്ണാടി മലയുടെ മുകളിൽ കയറാൻ പറ്റിയാലോ. ആർക്കും കയറാൻ പറ്റിയില്ല. അപ്പോഴാണ് ദൂരെ നിന്ന് തലേന്ന് വന്നതിനേക്കാൾ ഭംഗിയുള്ള ഒരു കുതിര ഓടി വരുന്നത് എല്ലാവരും കണ്ടത്. ആ കുതിരയ്ക്ക് വെള്ളി കടിഞ്ഞാണായിരുന്നു, വെള്ളി ലാടങ്ങളായിരുന്നു, വെള്ളി ജീനിയായിരുന്നു. അതിന് പുറത്തിരുന്ന ആൾ വെള്ളി കൊണ്ടുള്ള പടച്ചട്ടയാണ് അണിഞ്ഞിരുന്നത്. അയാളും നേരെ കണ്ണാടി മലയുടെ മുകളിലേക്ക് പാഞ്ഞു ചെന്നു. എന്നാൽ മുകളിലെത്തും മുമ്പ് പെട്ടെന്ന് തിരിച്ചു പോരുകയും ചെയ്തു. ഇത്തവണയും നിരാശ തോന്നിയ രാജകുമാരി തൻ്റെ കയ്യിലിരുന്ന രണ്ടാമത്തെ ആപ്പിൾ എടുത്ത് അയാളെ എറിയുകയും ആ ആപ്പിള് അയാളുടെ ഷൂസിനുള്ളിൽ ചെന്ന് വീഴുകയും ചെയ്തു. അയാൾ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയി. അന്നും കൃഷിക്കാരൻ്റെ മക്കൾ വീട്ടിൽ ചെന്ന് വിശേഷങ്ങൾ പങ്കുവച്ചു. സിൻഡർലാഡ് അന്നും ചോദിച്ചു, ജ്യേഷ്ഠന്മാരെ, നാളെയെങ്കിലും ഞാൻ കൂടെ വരട്ടെ. അവർ പറഞ്ഞു, വേണ്ട വേണ്ട, നീ ഞങ്ങളുടെ കൂടെ വരണ്ട. പിറ്റേന്നും അവർ മത്സരം കാണാൻ പോയി. അന്നും ആർക്കും കണ്ണാടി മലയുടെ മുകളിൽ കയറാൻ പറ്റിയില്ല. പക്ഷേ ദൂരെ നിന്ന് നല്ല ഭംഗിയുള്ള കുതിര ഓടി വന്നു. ഇത്തവണ സ്വർണ്ണ കടിഞ്ഞാണും സ്വർണ്ണ ജീനിയും സ്വർണ്ണ ലാടവുമായിരുന്നു കുതിരയ്ക്കുണ്ടായിരുന്നത്. കുതിരപ്പുറത്തിരുന്ന ആൾ സ്വർണ്ണ പടച്ചട്ട അണിഞ്ഞിരുന്നു. അയാൾ കുതിരപ്പുറത്ത് സ്വർണ്ണമലയുടെ മുകളിലേക്ക് പാഞ്ഞു കയറി. രാജകുമാരിയുടെ അടുത്ത് എത്തിയില്ല എന്നായപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു പോരുകയും ചെയ്തു. രാജകുമാരി തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂന്നാമത്തെ ആപ്പിൾ എടുത്ത് അയാൾക്കൊരു ഏറ് വെച്ചു കൊടുത്തു. അതും അയാളുടെ ഷൂസിനുള്ളിലേക്ക് വീണുപോയി. അയാൾ ഓടിപ്പോവുകയും ചെയ്തു. അടുത്ത ദിവസം രാജാവ് രാജ്യത്തെ മുഴുവൻ ചെറുപ്പക്കാരും രാജകൊട്ടാരത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. രാജകുമാരിയുടെ കയ്യിലുണ്ടായിരുന്ന 3 സ്വർണ്ണ ആപ്പിളുകളും ആരോ ഒരാളുടെ കയ്യിലുണ്ട്. അത് അയാൾ രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കുകയാണെങ്കിൽ രാജാവ് തൻ്റെ മകളെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കും. രാജ്യത്തുള്ള എല്ലാ ചെറുപ്പക്കാരും രാജകൊട്ടാരത്തിലെത്തി. പക്ഷെ ആർക്കും ആ സ്വർണ്ണ ആപ്പിളുകൾ കൊണ്ടുവരാൻ പറ്റിയില്ല. ജ്യേഷ്ഠന്മാർ നോക്കുമ്പോഴുണ്ട് സിൻഡർലാഡ് നിൽക്കുന്നു അവിടെ. അവർക്ക് വല്ലാതെ നാണക്കേട് തോന്നി. എപ്പോഴും ചാരവും കരിയും മാരിയിട്ട് അവൻ്റെ ഉടുപ്പൊക്കെ കരി പിടിച്ചിരുന്നു. ജ്യേഷ്ഠന്മാർ അവനെ നോക്കിയത് പോലും ഇല്ല. അപ്പോഴാണ് സിൻഡർലാഡ് മുന്നോട്ട് വന്ന് 3 ആപ്പിളുകൾ രാജാവിൻ്റെ മുന്നിൽ വെച്ചത്. ജ്യേഷ്ഠന്മാർ അത്ഭുതപ്പെട്ടുപോയി. മാത്രമല്ല സിൻഡർലാഡ് അവൻ്റെ പുറമെ അണിഞ്ഞിരുന്ന ചാരം പിടിച്ച അഴുക്ക് പിടിച്ച ഉടുപ്പ് ഊരി മാറ്റിയപ്പോൾ അതിനുള്ളിൽ അതാ നല്ല സ്വർണ്ണ നിറമുള്ള തിളങ്ങുന്ന ഒരു ഉടുപ്പ്. ജ്യേഷ്ഠന്മാർ നാണിച്ച് തല കുനിച്ചു പോയി. സിൻഡർലാഡ് രാജകുമാരിയെ വിവാഹം കഴിച്ചു. പിന്നീട് അവൻ്റെ രാജ്യത്തെ രാജാവായി തീരുകയും ചെയ്തു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.